ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടും. Take a deep breath and breathe out slowly. Take a deep breath, breathe out slowly. Take a deep breath, breathe out slowly. Take a deep breathe out slowly. Take a deep breath and breathe out slowly. നിങ്ങളുടെ തലഭാഗം മുതൽ കാൽപാദം വരെയുള്ള ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും നിങ്ങൾ കൊണ്ടത് കാണാൻ ശ്രമിക്കും. നമ്മുടെ ശരീരത്തെ എല്ലാ അവയവങ്ങളും ഫീൽ ചെയ്യും. തലഭാഗത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ചെറിയ ബ്ലൂ ലൈറ്റ് നിങ്ങൾ ഫീൽ ചെയ്യും. ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് തലയുടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതിങ്ങനെ തലയുടെ മുകളിൽ നിങ്ങൾ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കാണാൻ സാധിക്കുന്നില്ല. ഇത് നിങ്ങൾ ഫീൽ ചെയ്യും. ആ ഒരു ലൈറ്റ് നിങ്ങളുടെ തലയിലേക്ക് സ്പർശിക്കുന്ന ഫീൽ ചെയ്യും. ഒരാൾ തലയിൽ മസാജ് ചെയ്യുന്നത് പോലെ തലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പതിയെ പ്രവേശിക്കുന്നത്. ഇതുവരെ നമ്മുടെ ചിന്തകളുണ്ടായിരുന്നു എല്ലാ നെഗറ്റീവ് ചിന്തകളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, തലവേദനകളും എല്ലാം അതിനോട് കൂടെ കുറഞ്ഞു വരുന്നത് ഫീൽ ചെയ്യും. പതിയെ നിങ്ങളുടെ പെരടി ഭാഗം വരെയൊക്കെ അതിന് തൊട്ട് താഴെ രണ്ട് ഷോൾഡർ, നിങ്ങളുടെ മുൻഭാഗം, പിൻഭാഗം, ഉടുപ്പ്, നിങ്ങളുടെ രണ്ട് കൈസ് മസിലുകൾ തുടങ്ങി താഴെ കാൽപാദം വരെയുള്ള എല്ലാ ഏരിയയും റിലാക്സ് ആവുന്നില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ എല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫീൽ ചെയ്യും. രക്തയോട്ടം കൂടുതൽ ഫീൽ ചെയ്യുക. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി റിലാക്സ്ഡ് ആവുന്ന ഫീൽ ചെയ്യും. ഞാൻ 1 മുതൽ 10 വരെ എണ്ണുന്ന സമയത്ത് നിങ്ങളുടെ റിലാക്സേഷൻ കൂടി വരുന്നത് ഫീൽ ചെയ്യും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയിരിക്കും. മനസ്സും ശരീരവും ഒരേപോലെ റിലാക്സ്ഡ് ആണെന്ന് ഫീൽ ചെയ്യും. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളിലേക്കും കോൺസെൻട്രേറ്റ്. എത്ര ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് തിരിച്ചറിയുന്നത്. നിങ്ങളുടെ റൂമിൽ നിന്ന് ഫാനിന്റെ ശബ്ദങ്ങളുണ്ടാവാം, പുറത്തു നിന്ന് മഴയുടെ ശബ്ദങ്ങളുണ്ടാവാം.
എത്ര ശബ്ദങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ശ്രദ്ധിക്കും. എല്ലാ ശബ്ദങ്ങളെയും നല്ല ശബ്ദങ്ങളായി സ്വീകരിക്കും. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നതാണ്. നിങ്ങൾ തൊട്ട് മുന്നിൽ ഒരു 2 അകലത്തിൽ വലിയ ഒരു TV നിങ്ങൾ കാണും. ആ TV നോക്കുമ്പോൾ അതിലൊരു പിക്ചർ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായിട്ടുള്ള ഒരു നിമിഷത്തെ നിങ്ങൾ കാണും. ഏറ്റവും സന്തോഷകരമായ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷകൾ വിജയിച്ചതാവാം, നിങ്ങൾക്ക് അവാർഡുകൾ ലഭിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറിയതാവാം. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നിങ്ങൾ TV കാണും. അതിൽ ഓരോ ആളുകളെയും നിങ്ങൾ കാണും. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നുപോകും. ആ സന്തോഷം ഉണ്ടായതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്ലഷർ നൽകിയിരിക്കുന്ന മൊബൈലിലേക്ക് നിങ്ങൾ വരും. ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷത്തിലേക്ക് നിങ്ങൾ വരും. അത്രയും ഹാപ്പി ആയിരിക്കുന്ന അതേ ഹാപ്പിനെസ്സിലേക്ക് പോവുക. ആ സമയത്ത് നിങ്ങൾ കേട്ട എല്ലാ ശബ്ദങ്ങളും കേൾക്കുക. ആ സമയത്ത് എന്ത് ഫീലിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരുന്നത്, അതേ ഫീലിങ്ങിലൂടെ കടന്നു പോകുക. ചുറ്റുപാടുമുള്ള എല്ലാ രംഗങ്ങളും കാണുക, അവിടെ കേട്ട ശബ്ദങ്ങളെല്ലാം കേൾക്കുക, അതിലേക്ക് തന്നെ ആസ്വദിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലെല്ലാ ആളുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചിരിച്ചതുപോലെ ചിരിക്കാനും, അപ്പൊ കേട്ട പോലെ ശബ്ദങ്ങൾ കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണോ ഉണ്ടായിരിക്കുന്നത്, അതേ ഫീലിങ്സിലേക്ക് ഓടിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വളരെ ഹാപ്പി ആയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. വളരെ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ പറയുക, ഐ എം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിരിക്കും. ഇത്രയും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകിയിരിക്കുന്ന പ്രപഞ്ച ശക്തിയോട് നന്ദി പറയും. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം നിങ്ങൾക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഇരിക്കാനും എല്ലാം സാധിക്കുന്നതിന് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓരോ ആളുകൾ ഓരോ സമയത്ത് വരുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയും. എല്ലാത്തിനും നന്ദിയുള്ളവരായി. ആ സന്തോഷത്തിലേക്ക് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കും. ഓരോരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചു. നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മൾ ചിന്തിക്കുക. എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നടക്കാൻ, ഇരിക്കാൻ, കേൾക്കാൻ, രുചിക്കാൻ, സ്മെല്ല് ചെയ്യാൻ, പഠിക്കാൻ, കാണാൻ, ഇങ്ങനെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു.
അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഭർത്താവ്, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ടീച്ചേഴ്സ്, നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ, ഇതുവരെ നമുക്ക് ജീവിതത്തിലുള്ള പണം ലഭിച്ചത് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരോടും നന്ദി പറയും. മാത്രം നിങ്ങൾ നന്ദി പറയുന്നത് അത്രയും നിങ്ങളുടെ ഹാപ്പിനെസ് കൂടി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാണ്. ആ സന്തോഷത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ കൂടി കൂടി വരുന്ന ഫീലിങ്സിലേക്ക് നിങ്ങൾ വരിക. Slow. Take a deep breath in. Breathe out slow. Take a deep breath in. Breathe out slow. Thank you. Hi all, good morning. അപ്പൊ ഇന്ന് ലൈവ് മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും ഒരാൾക്ക് ഫീഡ്ബാക്ക് പറയാമോ? എനിക്ക് റേഞ്ച് ഇഷ്യൂ കാരണം ക്ലിയർ ആയിട്ടൊന്നും കേട്ടില്ല. റേഞ്ച് ഇഷ്യൂ ഉണ്ട് മാം, ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ പറ്റുമോ? ഇർഫാന മാം, താങ്ക് യു. റസാഖ് സർ പറഞ്ഞോളൂ. കേട്ടില്ല, നല്ല ഉഷാറായിട്ട് കേട്ടിരുന്നു. റേഞ്ചിന്റെ പ്രശ്നമൊന്നുമില്ല, നല്ല വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്കറിയാം ഓസ്റ്റിൻ സാറിന്റെ ആണ്. 4 എഗ്രിമെന്റിന്റെ പാർട്ട് 3 ആണ് ഇന്ന് സാറ് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. താങ്ക് യു സോ മച്ച് മുഫീദ, താങ്ക്സ് a lot. സൈഫ് സാർ എന്നെ ഒന്ന് കോൺസ്റ്റ് ആക്കാവോ? സോ നമ്മളിപ്പോ ഒരു 4 എഗ്രിമെന്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ 2 എഗ്രിമെന്റ്സ് കഴിഞ്ഞു. ഈ 2 എഗ്രിമെന്റ്സ് എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എനിവൺ? കഴിഞ്ഞ 2 എഗ്രിമെന്റ്സ് എന്തൊക്കെയായിരുന്നു? മണി സാർ ഇല്ലല്ലേ? Be impeccable with ആ, your word. മണി സാർ. ഓക്കെ, ബി എംപക്കബിൾ വിത്ത് യുവർ വേർഡ്. Personally, അങ്ങനെ തോന്നും. യെസ് യെസ്, ബി എംപക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നുള്ളതും ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളതുമായിരുന്നു നമ്മൾ 2 എഗ്രിമെന്റ് കണ്ടത്. ഇനി നമ്മൾ 3ാമത്തെ എഗ്രിമെന്റ് കാണാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അതിക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഹാപ്പി അല്ലേ? എന്താ മഴയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി മഴ. നല്ല രീതിയിൽ പോണോ? മഴ അടിപൊളിയല്ലേ? എല്ലാവരുടെയും വിഷമം മാറിയില്ലേ? ചൂടിന്റെ വിഷമം മാറിയില്ലേ? അടിപൊളിയാണ്, അടിപൊളിയാണ്. ചൂടിന്റെ എല്ലാ സങ്കടങ്ങളും മാറിയില്ലേ? തീർച്ചയായും അതൊക്കെ മാറി. ഓക്കെ, നല്ല മഴ, അടിപൊളി മഴയില്ല. ഓക്കെ, ഇപ്പൊ ചിത്രത്തില് നിങ്ങൾ ഒരു കാണുന്നില്ലേ, ഒരു സ്ക്രീൻ കാണുന്നില്ലേ? എന്താണ് ഈ ചിത്രം? ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ? അമ്മ കുഞ്ഞിനെ എടുത്ത പോലെ എനിക്ക്. വേറെ അമ്മ വിഴുങ്ങുന്നതായിട്ടാ തോന്നുന്നത്. അമ്മ വിഴുങ്ങുന്നതായിട്ടാ തോന്നുന്നത് ഈ സൈഡിൽ നിന്ന് നോക്കിയാലേ. അപ്പൊ ഇത് ഞങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കുട്ടിയുടെ തല വിഴുങ്ങുന്നതായിട്ടാണ് കാണുക. പക്ഷെ അതിന്റെ ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. അമ്മ ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു പിക്ചറാണ്, അല്ലെങ്കിൽ ഒരു സിംഹം ഒരു കുട്ടീനെ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഒരു അമ്മ ഒരു കുട്ടീനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇനി നമുക്ക് വേറൊരു, എന്തായാലും രാവിലെ തന്നെ എല്ലാവരും നനഞ്ഞിരിക്കാണല്ലോ, അപ്പൊ നമുക്കൊന്ന് ഒരു ചെറിയൊരു തമാശ കണ്ടിട്ട് വരാം. സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്.
വെച്ചാ പറയണ. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്ക് കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? അങ്ങേക്ക് പ്രാന്താ. നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായില്ല ഹാളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. ആ രാവിലെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ആരും അറിയാതെ കുഴിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേലയുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ആ ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? സോ ഇത് അതിന്റെ ഒരു വേർഷൻ ആണ്. സെക്കൻഡ് പിള്ളേര് വന്ന നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂല പട്ടി. അക്ഷയ സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ. തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ. അയ്യോ, എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പാപ്പി. എന്നെ കൊല്ലേ. അവിടെ നിൽക്കാൻ പട്ടി പോടാ. എടാ നിനക്ക് നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നില്ലടാ. സൂക്ഷിച്ചോ അമ്പടാ. ഹലോ, എല്ലാവരും ഇല്ലേ? എന്തായാലും ഒരു സന്തോഷമായില്ലേ? ചിരിച്ചില്ലേ? ഇതിലുണ്ടായ സംഭവം നിങ്ങക്ക് മനസ്സിലായല്ലോ. മറ്റേ പിള്ളേർ എന്നിട്ട് അപ്പാപ്പനോട് പറയുന്ന സീൻ, ഞാനിത് പല സീനായതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അപ്പാപ്പനോട് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു സായിപ്പ് ഉണ്ട്, സായിപ്പ് ഇല്ലാന്ന് പുള്ളി പറയണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താ സംഭവിച്ചത് ശരിക്കും? ഈ 2 സീൻസിൽ നമ്മൾ എന്താ സംഭവിച്ചത്? എന്താണ് പറ്റിയത് ശരിക്കും? ഇതൊരു റിയാലിറ്റി ആയിരുന്നോ? 2 സീനിൽ സംഭവിച്ചു വെച്ചാൽ എന്തുകൊണ്ടാണ് വേറെ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മാഷ് എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് ഓടിയത്? ഹലോ മാഷ് ആ കുട്ടികൾ പറഞ്ഞത് അയാളുടെ മനസ്സിലുണ്ട്. ആണ് ആ കുട്ടികൾ പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു അസംഷൻ ആയിട്ട് ഒരു വിശ്വാസമായിട്ട് മനസ്സിൽ കയറി. സായിപ്പ് എന്തായാലും കൊല്ലും എന്നുള്ളത്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയാണോ? ശരിക്കും തിലകൻ ആളുമായിട്ട് വരുന്നത് എന്തിനാ? കൊല്ലാനാണോ? ആണ് അല്ലല്ല, മാഷ് പറഞ്ഞൊന്നല്ല. ശരിക്കും സിനിമ കണ്ട ഇത് കാണേണ്ട ഒരു ഫിലിം കണ്ടാ നിങ്ങക്ക് വല്ലാണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അസ്ലി സാഹിബ് തന്ന വാള് ഒറിജിനൽ ആണെന്നും ആ വാളിന് പിടിയുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിലകൻ വരുന്നത്. പക്ഷെ മാഷിന് കൊടുത്തിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താ? മാഷിന്റെ അസംഷൻ എന്താണ്? എന്നെ കൊല്ലാൻ വരുന്നതാണ്. അതുകൊണ്ടാണ് മാഷ് ഇറങ്ങി ഓടിയത്. നമ്മളിത് കാണുമ്പോൾ നമ്മൾ വളരെ തമാശയായിട്ട് കണ്ടു. ഈ പടം ഒന്ന് കണ്ടോട്ടോ, നല്ല വല്ലാണ്ട് ടെൻഷൻ ഒക്കെ അടിച്ചിരിക്കണമെങ്കിൽ മിന്നാരം കിലുക്കൊക്കെ ഒരു പ്രാവശ്യം കാണാവുന്ന പടങ്ങളാണ്. അപ്പൊ ഈ ഒരു സംഭവത്തില് നമ്മൾ കാണുമ്പോൾ എന്താണ്, ഈ നമ്മുടെ ജീവിതം നോക്കിയാൽ പറ്റും ഇതിലും തമാശകരമായ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കൺവിൻഷൻസും വിശ്വാസങ്ങളൊക്കെ ഭയങ്കരമായ തെറ്റായ രീതിയിലാണ്. നമ്മൾ കാണുന്ന പോലെയല്ല ആൾക്കാർ.
നമ്മൾ ഓരോന്നങ്ങ് ഒരാളെ കാണുമ്പോഴേക്കും നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു, നമ്മൾ ഇയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു അസംഷൻസ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ഇതാണ് നമ്മുടെ പരാജയത്തിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ അസംഷൻസ് ഉണ്ടാക്കുക. അയ്യോ ഇത് ശരിയാവില്ല, ഇത് ഇയാള് ശരിയാവില്ല. ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? കൊറോണ വന്നു, എല്ലാം അടച്ചിട്ടു. അപ്പോ ലോകത്തെ ഭൂരിഭാഗം ജനങ്ങളും ഒരു അസംഷനിലെത്തി, അയ്യോ ഇനി തീർന്നു, ബിസിനസ് ഡൗൺ ആയി, നശിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അസംഷനിലെത്തി. കൊറോണയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം പ്രശ്നമായി. കുറച്ച് ആൾക്കാർ മാത്രം ഇതിനെ നേരെ തിരിച്ച് ചിന്തിച്ചു, എല്ലാം അടഞ്ഞെടുക്കാണ്, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്കറിയാം ഈ കുറേ ബിസിനസ്സുകൾ ഏറ്റവും ടോപ്പ് ലെവലെത്തിയത് കൊറോണ സമയത്താണ്. അതിൽ ഏറ്റവും വലിയ ബിസിനസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സൂം എന്ന പ്ലാറ്റ്ഫോം. ഈ സൂം എന്ന പ്ലാറ്റ്ഫോം എന്താ പറയാ, ഇവർ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം ഒറ്റയടിക്ക്, അതായത് മില്യൺസിൽ നിന്നിരുന്ന സെയിൽസ് ഒറ്റയടിക്ക് ബില്യൺ, വിത്തിൻ 15 to 90 ഡേയ്സിനുള്ളിൽ ഒരു $1 billion സെയിലായിട്ട് മാറി. ബില്യനേഴ്സ് ക്ലബിലേക്ക് എനിക്ക് തോന്നുന്നു 190ാമത്തെ ആ ഒരു പൊസിഷനിലേക്ക് വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ കയറി. കാര്യം അത്ര ആളുകൾ യൂസ് ചെയ്തു, അതിലൊരു ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തു. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ സെയിൽസ്, ഇതിനൊക്കെ എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാം? നൗ ഇറ്റ്സ് ക്ലോസ്ഡ്, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി? അപ്പം സാധാരണക്കാരൻ എന്ത് ചെയ്ത് അസംഷൻ ചെയ്ത്, ഓ കൊറോണയാണ്, തീർന്നു, നശിച്ചു, ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അസംഷനിലെത്തി. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അസംഷൻസിലേക്ക് എത്തുന്നതാണ്. മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുള്ളൂ, നല്ല കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ വളരെ എന്താ പറയാ, അങ്ങനെ വലിയ ആളൊന്നും അല്ലാത്ത ഒരാളോട് പറയണടാ അത് അവൻ അടിപൊളിയാട്ടോ, നല്ല സെറ്റപ്പാണ്, അവനെന്താ അവാർഡൊക്കെ കിട്ടുന്നത്, ഓ പിന്നെ അവനൊന്നും കിട്ടിണ്ടാവില്ല അങ്ങനെയൊക്കെ പറയും. എന്നാ പറയണേ, ഒരു നല്ല മാന്യനായിട്ട് പോണ ഒരുത്തിന്, എടാ അവനൊരു പെണ്ണേഴ്സ് ഉണ്ടെന്ന് തോന്നട്ടോ, അവൻ ഈയിടെയായിട്ട് മറ്റേ വീട്ടിലൊക്കെ പോകും, ശരിയായിരിക്കും, അവന്റെ മുഖംമൂടി എന്തായാലും പൊളിയും. ഇങ്ങനെ ഒരു തെറ്റായ ധാരണ, ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തും. ഈ എത്തുന്ന അസംഷൻസ് ആണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നശിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്താ പറയാ ലൈഫില് നിങ്ങൾ ഒരാളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയും പിന്നീട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ആരെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് ഇയാൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾ അടുത്ത ഇടപഴകിയപ്പോ ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് തോന്നിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ട് സാറേ, പറയൂ. പറയാം. ഞാനേ ഇപ്പൊ കഴിഞ്ഞ നമ്മളെ വിഷു ഉള്ള കഴിഞ്ഞത്, ഈ സമയത്ത് കുട്ടികളെല്ലാരും കൂടിയിട്ട് ഒരു ഏറുമാടം കെട്ടിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിന്റെ സൈഡില്. അപ്പൊ ഇവര് രാത്രി ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിച്ചിങ്ങനെ അർമാദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവിടെ വന്ന് നിന്ന് കുട്ടികളെ, എന്റെ മോനൊക്കെ ഉണ്ടായില്, ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ ഒക്കെ ചാവി ഊരി എടുത്ത് സാർമാര് പോയി. എന്നിട്ട് പറഞ്ഞു ഇവരോട് അവിടേക്ക് എത്താൻ പറഞ്ഞു. അങ്ങനെ കുട്ടികള് രാത്രിയാകുമ്പോ ഇവര് ഇവിടുന്ന് പോയി അവിടെ ചെന്ന് ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒരു വണ്ടിയൊക്കെ എടുത്ത് പോന്ന്. ഇവർക്ക് ഇത് ആരാ ചെയ്തതെന്ന് അറിയണം. അപ്പൊ ഇവർക്ക് ഒരാളെ ഭയങ്കരമായിട്ട് സംശയമുണ്ട്. അതിന്റെ ഒരു കൂട്ടുകാരിയാണ്, അവര് ലാബിൽ വർക്ക് ചെയ്യുക, സംശയമുണ്ട്. അപ്പൊ ഇവര് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാനിത് അപ്പോഴേക്ക് ഇത് അറിഞ്ഞിട്ട സംഭവം. അപ്പൊ ഞാൻ അപ്പോഴേക്ക് സ്റ്റേഷനിൽ വിളിച്ച് എനിക്ക് അറിയണ പോലീസുകാരോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ വിടുവാരെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് പറഞ്ഞത് ചെയ്തത് എന്റെ കൂട്ടുകാരി പ്രീത പറഞ്ഞ ചേച്ചിയാണ് എന്ന് ഇവരിങ്ങനെ ഡെഫിനറ്റ്ലി ഇവരിങ്ങനെ പറയന്നെ, കൺഫേം ആക്കി പറയന്നെ. ഞാൻ പറഞ്ഞു ഒരിക്കലും അവളത് ചെയ്യില്ല. അപ്പൊ ഇവരെ മനസ്സിൽ ആ ഒരു തെറ്റിദ്ധാരണ നല്ലോണ്ട്, ഇവൾ തന്നെയാണെന്നുള്ളത്. 2 ദിവസം കഴിഞ്ഞപ്പോ അവള് ഇത് തന്നെ അവളൊരു മോളെ കുട്ടീനിട്ട് വരുമ്പോ ഞാൻ ചോദിച്ചു എന്തിനാ പ്രീത ഇങ്ങനെ ഒരു പണി ചെയ്തത്, കുട്ടികളെ അവര് ആൺകുട്ടികളല്ലേ, കുറച്ചു നേരം അവര്. അപ്പൊ ഇവള് കുട്ടീനെ തൊട്ടിട്ട് സത്യം വെച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല പറഞ്ഞു. പക്ഷെ ഞാനത് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച്, എന്റെ ഒരു അത്ര അടുത്തൊരു പോലീസുകാരി ഉണ്ട്, അവര് എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞ ആളാരാന്നൊക്കെ ഇവര് പറഞ്ഞു. ഇവ മിനിഞ്ഞാന്നാണ് സാറേ ഞാൻ എന്റെ മോനോട് പറയണത്, നിങ്ങൾ തെറ്റിദ്ധരിച്ച ആളല്ല അത് ചെയ്തത് അതിന്റെ തൊട്ടപ്പുറത്തൊരു അയൽവാസിയാണ്.
അവരിപ്പോ അടുത്ത് വന്ന് താമസം തുടങ്ങിയിട്ടുള്ളൂ. അവരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. ആ വിഷുവിന്റെ സമയത്താണ് അവരെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് അവര് താമസം തുടങ്ങിയത്. പക്ഷെ അവരാണ് ചെയ്തത്. ആ തെറ്റിദ്ധാരണ ഞാൻ എന്റെ മോന് മാറ്റി കൊടുത്തു എന്നുള്ളതാണ്. കാരണം സത്യമാണ് സാറ് പറഞ്ഞത്. നമ്മള് ചിലപ്പോ ചിന്തിക്കുന്ന ആൾക്കാരാവില്ല നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. താങ്ക് യു സിന്ധു മാം. താങ്ക്സ്. ഓക്കെ സാറേ. ഇത് ഞാൻ പറഞ്ഞ ഇതൊരു സിന്ധു മാമിന്റെ ഒരു അനുഭവം മാത്രമല്ല, എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും. ഇന്ന് നമുക്കറിയാം ഡിവോഴ്സ് കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നതിന്റെ കാര്യം വെച്ചാല് ഈ പല അസംഷൻസിന്റെയാണ്. കാര്യം എന്താ പറയാ, നമ്മളെ വൈഫ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയാണ് ഇവിടെ ആണ് എന്നുള്ളൊരു, എന്നാൽ അതിനൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോ ഒരു സംഭവങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മളതങ്ങ് വിശ്വസിക്കും. നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ വേർഡ്സിനെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഡോണ്ട് മേക്ക് ഇറ്റ് അസംഷൻസ്. ലൈക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു കാര്യം വിശ്വസിക്കരുത്. നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അത് അയാളോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇതിപ്പം നേരത്തെ ഇപ്പൊ സിന്ധു മാം പറഞ്ഞ പോലെ അവളോട് ചോദിച്ചു, എടി നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിനക്കിത് ഇങ്ങനെ ചെയ്യാൻ പാടും. അങ്ങനെ ചോദിക്കാത്തടത്തോളം കാലം ആ ഒരു വിശ്വാസം, ആ ഒരു ബിലീഫ് അവിടെ കിടക്കും. ബൈബിളിൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ പറ്റി ആരെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് ഒരു കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളോടും അത് പറഞ്ഞു നടക്കരുത്. പരദൂഷണം പോലെ പറഞ്ഞു നടക്കരുത്. നിങ്ങൾ അയാളെ വിളിച്ച് ചോദിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുക. അവൻ ചിലപ്പോൾ അത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്തെങ്കിൽ തന്നെ അവന് പുറത്തു കൊടുക്കുക. അതല്ലാതെ ഇത് പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞ് അതിന്റെ അപ്പുറത്ത് ഒരാളോട് പറഞ്ഞ് സത്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഒരാളുടെ ജീവിതം മൊത്തം തകരുന്നത്. നമ്മൾ എത്രയോ സെലിബ്രിറ്റികളുടെ ലൈഫ് ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്, എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഈ അടുത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇതിനായിട്ട് കണക്ട് ചെയ്യാവുന്ന വെച്ചാല്, ചെന്നൈയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു കുട്ടിക്ക് അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടി താഴെ വീണു. ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ടു. ഒരു ഷീറ്റിലേക്കാണ് വീണത്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. കുട്ടി ഷീറ്റിലേക്ക് വീഴുന്നു. ഒരു ചേട്ടൻ വളരെ സാഹസ്യമായിട്ട് സ്പൈഡർമാനെ പോലെ വലിഞ്ഞു കയറി ആ കുട്ടീനെ എടുക്കുന്നു. പക്ഷെ അതിനുശേഷം ആളുകൾ അവരോട് ചെയ്തത് എന്താണ്? കുട്ടീനെ നോക്കിയില്ല, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും അവസാനം ആ ലേഡി ആത്മഹത്യ ചെയ്തു, മാനസികമായ സമ്മർദ്ദം താങ്ങാൻ പറ്റാണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദൈവം അവരെ അത്രയും കാര്യമായി പ്രൊട്ടക്ട് ചെയ്ത ഒരു കൊച്ചിന്റെ ജീവൻ തിരിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? ഞാൻ കൊച്ചിന്റെ ജീവിതം എന്ത് ജീവിതമാണ് ആ കുട്ടിക്ക്? ആ കുട്ടിയുടെ ലൈഫ് തന്നെ പോയില്ലേ? ഒരു അമ്മയില്ലാതെ കുട്ടി എങ്ങനെ വളരും? ആ ഒരു അമ്മയില്ലാതെ വളരുന്ന കുട്ടിയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം, എങ്ങനെയാണ് ഒരു കുട്ടീനെ വളർത്താൻ പോകുന്നത്. അച്ഛനൊക്കെ നോക്കിയാലും ഒരു അമ്മ കൊടുക്കുന്ന സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് ഒരിക്കലും ഒരു അച്ഛന്റെ സ്നേഹത്തിന് പറ്റൂല. ഇനിയിപ്പോ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ പോലും ആ അമ്മ ഈ കുട്ടീനെ എങ്ങനെ നോക്കും? നമ്മുടെ സമൂഹം ഒരു വ്യക്തിയോട് ചെയ്തത് എന്താണ് അസംഷൻ? കുട്ടീനെ അവള് നോക്കിയില്ല. അവരുടെ കുട്ടിയൊന്നല്ലല്ലോ, ഈ പറയുന്ന നാട്ടില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു കുട്ടിയൊന്നല്ലല്ലോ. സ്വന്തം അമ്മ ഒരു കുട്ടീനെ നോക്കാനായിട്ട് അത്രയും എന്തെങ്കിലും ഒരു ചെറിയ പെട്ടെന്ന് നമുക്ക് തന്നെ എന്തോ ഒരു അബദ്ധങ്ങൾ പറ്റുന്നു. ഈ പറയുന്ന ആളുകളൊക്കെ ഒത്തിരി അബദ്ധങ്ങൾ ചെയ്യുന്നതാണല്ലേ. അപ്പൊ നമ്മൾ ഒരാളിങ്ങനെ വിധിക്കുകയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ എത്രയോ പേരുടെ ജീവിതങ്ങള് തകർത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫില്, നമ്മുടെ ഈ ഒരു അസംഷൻ കാരണം. നമ്മൾ എത്രയോ പേരെ പറ്റി പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് പറയുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ എത്രയോ പേരോട് നെഗറ്റീവായിട്ട് മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇമേജിനെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ ഇനി ചെയ്താൽ തന്നെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും. ആ സാഹചര്യത്തിലാണെങ്കിൽ നമ്മളും ചെയ്യും. വീണ്ടും ബൈബിൾ കോട്ടയിനോട് എന്നോട് വിഷമം തോന്നിയത്, ബൈബിളിൽ ഇതുപോലെ ഒരു സംഭവമുണ്ട്. ലൈക്ക് ഒരു സ്ത്രീനെ, പാപിനിയായ സ്ത്രീനെ കല്ലെറിഞ്ഞു. അന്നത്തെ യഹൂദ നിയമപ്രകാരം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ തെറ്റ് ചെയ്ത, പ്രത്യേകിച്ച് സെക്ഷുവൽ വ്യഭിചാരണത്തിലൊക്കെ പിടിക്കപ്പെട്ട കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ഒരു നിയമം. അപ്പൊ അങ്ങനെ ജീസസിന്റെ അടുത്തേക്ക് ഈ ലേഡിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ലേഡിനെ കൊണ്ടുവന്നിട്ട് ജീസസിനോട് പറയുന്നത്, ഇവൻ വലിയ പ്രവാചകനാണല്ലോ, അപ്പൊ ഇവൻ എങ്ങനെയാണ് ഇവരോട് പെരുമാറുന്നത് എന്ന് കാണാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ജീസസിന്റെ അടുത്ത് ഇവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവള് പാപിനിയായ സ്ത്രീയാണ്, ഞങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ട്. കാര്യം പുരുഷനെയും സ്ത്രീനെയും ഒരുമിച്ച് പിടിച്ചാണ്. കാര്യം തെളിവ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇവളെ ഞങ്ങളുടെ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ഇതിന്റെ തീരുമാനം. കാര്യം വ്യഭിചാരണത്തിൽ ഒരു സ്ത്രീയെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് യഹൂദ നിയമം. സോ വാട്ട് യു സേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവളെ ഇപ്പൊ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നാണ് ഇവരുടെ ചോദ്യം. അപ്പൊ ജീസസ് അവരോട് മറുപടി പറയുന്നുണ്ട്. കാര്യം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ലോ. അപ്പൊ ജീസസ് അവരോട് തിരിച്ചു പറഞ്ഞു വെച്ചാല്, നിങ്ങളില്
പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലുണ്ട്. ബാക്കി പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഫസ്റ്റ് കല്ല് ഈ തെറ്റോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളോ ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിഞ്ഞോട്ടെ. ബാക്കി പിന്നെ നമുക്ക് പിന്നെ അറിയാം. ഒറ്റ ആളും ആ ഒരു സംഭവം പറഞ്ഞു വെച്ചാൽ എല്ലാവരും കല്ല് താഴെയിട്ട് തിരിച്ചു പോയി എന്നാണ്. അതായത് അവിടെ ഇവളെ പിടിച്ചു കൊണ്ടുവന്ന 100% ആൾക്കാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീയോട് പറയുന്നുണ്ട് അവര് ശിക്ഷിച്ചില്ലല്ലോ, നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒരു അസംഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി തെറ്റായി ചിന്തിക്കുമ്പോൾ നമ്മൾ ആ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഒക്കെ വരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ദാമ്പത്യ ലൈഫ് എടുക്കാം. ഒരു മാരേജിൽ വിശ്വസ്തനല്ലാത്ത ഒരു ഭർത്താവ് എന്ന് വിചാരിച്ചു, വേറെ സ്ത്രീകളുടെ അടുത്തൊക്കെ പോണ ഒരു ഭർത്താവ് എന്ന് വിചാരിച്ചു. തന്റെ ഭാര്യനെ വേറൊരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഇവള് ഒരു പോക്ക് കേസ് ആണെന്ന് ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? അയാൾ ഇത് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് മനസ്സിലായോ? അതായത് ഭർത്താവ് തെറ്റായ രീതിയിൽ ചരിക്കുന്ന ഒരാളാണെങ്കിൽ ഭാര്യനെ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ ഹി മേക്ക് ആൻ അസംഷൻ ദാറ്റ് ഷീസ് റോങ്, ഷീസ് ദിസ് വൺ. അപ്പോ അതുകൊണ്ട് നമ്മളൊരാളെ തെറ്റായ രീതിയിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തെറ്റല്ലല്ലോ, ആണോ അല്ലേ എന്നുള്ള ചിന്തിക്കേണ്ടത് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ അസംഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് നമ്മുടെ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നി അയാളോട് നേരിട്ട് ചോദിക്കാം, എടി നീ ചെയ്തോ. അപ്പം ഒരു പ്രാവശ്യമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നുണ പറയാം എന്ന് സാധ്യതയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും പിന്നീടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഡോണ്ട് മേക്ക് അസംഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എന്താണ്? നിങ്ങളെ പറ്റി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വില എന്താണ്? ഇത് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാലും ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു കാര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള അസംഷൻ എന്താണ്? ഒരു സ്റ്റേജിൽ പാടാൻ പറയുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, എടുത്ത വഴി നിങ്ങളുടെ അസംഷൻ എന്തായിരിക്കും? അയ്യോ എനിക്ക് പറ്റില്ല, എനിക്കതിനൊന്നും കഴിയില്ല, ഞാനതൊന്നും ഒരു ട്രൈ പോലും ചെയ്യാതെ നമ്മൾ നമ്മളെ പറ്റി ഒരു അസംഷൻ ചെയ്യും, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്ന് പരിശ്രമിക്കുക പോലും ചെയ്യാതെ നമ്മൾ നമ്മുടെ വഴിയിൽ ഇട്ടിട്ട് കളയും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ എസ്റ്റിമേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യം വരുമ്പോൾ അസംഷൻസ് അല്ലാതെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അസംഷൻസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം എത്രയോ നമ്മുടെ തന്നെ ലൈഫുകൾ എത്രത്തോളം സ്ട്രഗിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ടാസ്ക് വരും, ഒരു പുതിയ ജോലി വരുന്ന സമയത്ത് അടി നിന്റെ ഇപ്പോഴത്തെ ജോലി പോലെ ഒന്നല്ല, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുറച്ചൊരു സീനിയർ ലെവലിലാണ് എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെയല്ല, എന്നെക്കൊണ്ട് അതിനുള്ള കഴിവൊന്നുമില്ല. എത്രയോ തവണ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ എത്ര നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അവസരം വരണം, എടി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് നീ ചെയ്തോ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അത് ആലോചിക്കുക പോലും ചെയ്യണം. അയ്യോ ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലേ, നമ്മളൊന്നും അതിനുള്ളത് ആളില്ലേ. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മക്കളെ പറ്റി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു മക്കളെ എന്തെങ്കിലും ഒരു കലാപരിപാടിക്ക് ചേർക്കാൻ പറഞ്ഞാൽ അവനൊന്നും വിളിക്കണടാ, അവനതിനുള്ള കഴിവൊന്നുമില്ല. വി ആർ മേക്കിംഗ് അസംഷൻസ്, അവനൊന്നും പറ്റുന്നില്ല, എന്റെ മോനായതുകൊണ്ട് പറയുന്നില്ല, അതിനൊന്നും ഗുണമില്ല, അത് ബുക്കാരില്ല. അവന്റെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ജീവിതത്തിൽ അവന് വേണ്ടി കളയുന്നത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും ഈ നേതാക്കന്മാരും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതങ്ങൾ ഒത്തിരി സങ്കടത്തിലൂടെ വിഷമത്തിലൂടെ ഒക്കെ കടന്ന് പോയിട്ടുണ്ട്. കാര്യം അവര് വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പോലും വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർ അതിനെ ചിത്രീകരിക്കുകയും അയാളെ താറടിച്ച് കാണിക്കുകയും അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആള്, അദ്ദേഹത്തിന് ഇതുപോലെ എന്താ പറയാ ഒരു പീഡന കേസിലൊക്കെ ആളുകൾ തെളിവുണ്ടാക്കുകയും അതിന് കൊടുക്കുകയും ഡീറ്റെയിൽസ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിച്ചു, എന്നാലും ഈ പ്രായത്തിൽ ഈ ആള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോ ആൾക്കാർ അത് തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയും കോടതി പോലും അദ്ദേഹത്തെ വെറുതെ വിടുകയും പിന്നീട് അതിന്റെ പിന്നിലെ കള്ളക്കളിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ആ മനുഷ്യനോട് ചെയ്ത ക്രൂരത എത്രയായിരുന്നു. അതുകൊണ്ട് അതിനുള്ളൊരു സങ്കടം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അന്ന് അദ്ദേഹത്തിന്റെ ശവമഞ്ചലായിട്ട് പോയി കഴിഞ്ഞപ്പോ അത്രയും ജനങ്ങളുടെ ഒരു പിന്തുണയും ബോഡിയിലെ കൂടെ ആൾക്കാർ പോയി. എനിക്ക് തോന്നുന്നു ഒരു പ്രായശ്ചിത്തം പോലെ ആൾക്കാർ ചെയ്താന്ന് തോന്നുന്നു. കാര്യം അത്രയും എന്താ പറയാ നമ്മളൊരു തെറ്റായ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ്
നമുക്കറിയാം ചാരക്കേസ് ഉണ്ടായ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു മണിസാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഷീർ സാറിനൊക്കെ ഓർമ്മയുണ്ടാവുമായിരിക്കും. അന്ന് മനോരമ പത്രം, പേരെടുത്ത് പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല, അന്നുണ്ടായിരുന്ന ലേഖനങ്ങളൊക്കെ വളരെ ആർത്തിയോടെ വായിച്ചവനാണ് ഞാൻ. ഒരു ഫുള്ള് മറ്റേതാണല്ലോ, മസാലയാണല്ലോ. ചാര വനിതകളെ പറ്റിയുള്ള കഥകളൊക്കെ ഒരു അന്ധപ്രായത്തില് വേറെ ബുക്കൊന്നും വായിക്കാൻ കിട്ടൂല. അപ്പൊ ഇത് നല്ല രസമായിരുന്നു വായിക്കാൻ, ഈ കഥകളും മസാലയൊക്കെ വെച്ചിട്ട്. അന്ന് അന്നുണ്ടായിരുന്നവരുടെ എത്രയോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചരിത്രം, അതിന് പണം കൊടുത്തു എന്നൊക്കെ പിന്നീട് പറയുന്നു. പക്ഷെ അതിന്റെ സയന്റിസ്റ്റുകൾക്കും ഒക്കെ എത്രയോ അദ്ദേഹത്തിനെ പറ്റി പിന്നീട് അത് വലിയ ഫിലിമൊക്കെ വന്നു. നമ്പി നാരായണനെ പറ്റിയൊക്കെയുള്ള വളരെ ബെസ്റ്റ് മറ്റേ മാധവന് അവാർഡൊക്കെ കിട്ടുന്ന വലിയ മൂവീസ് വരെ അതിനെക്കുറിച്ച് ക്രിയേറ്റഡ് ആയി. അദ്ദേഹത്തിന്റെ പിന്നീട് രാജ്യം അദ്ദേഹത്തെ തിരിച്ച് ആദരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ അദ്ദേഹത്തിന് എത്ര വർഷം കളഞ്ഞു, അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. ഞാനും വിശ്വസിച്ചു, നല്ല രസമായിരുന്നു വായിക്കാനൊക്കെ. അപ്പോ ഇന്ന് നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ 4 എഗ്രിമെന്റ് എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ ആദ്യത്തെ ഒരു എഗ്രിമെന്റ് എന്തായിരുന്നു? ഡോണ്ട് ടേക്ക് ഇറ്റ്, ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്. നിങ്ങളുടെ വേർഡ്സ് സൂക്ഷിക്കുക, നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളെ ഫോം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ കണ്ട ഒരു പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ലൈഫിലേക്ക് അത് എടുക്കരുത്, പേഴ്സണലി എടുക്കാതിരിക്കുക. മൂന്നാമത് നമ്മളിപ്പോ പറയുന്നത് ഒന്നും ഒരു അസംഷൻസിന്റെ പുറത്ത് നമ്മൾ ചെയ്യാതിരിക്കുക. ആ അസംഷൻസിന്റെ പുറത്ത് ചെയ്യുന്നതെല്ലാം പിന്നീട് തെറ്റിദ്ധാരണകൾക്കും തെറ്റായ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും ഒരുപാട് ജീവിതങ്ങൾ തകർക്കാനും കാരണമാവും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ള കേസ് വെച്ചാൽ, നിങ്ങളുടെ ഉള്ള എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പുറത്തേക്കുള്ള നിങ്ങളുടെ കാഴ്ചകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ വളരെ തെറ്റായ, പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ആയിട്ടൊക്കെ വളരെ മോശമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവന് ലോകത്തെ ഏത് പെണ്ണിനെ കണ്ടാലും പിഴയായിട്ട് തോന്നുള്ളൂ. അവന്റെ ഉള്ളിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പെൺകുട്ടീനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുമ്പോൾ, ഓ ഇവള് പോക്കേഴ്സാണ്, ഇവള് വേറെ മറ്റു പരിപാടിക്ക് വന്നതാണ് എന്നുള്ളൊരു ചിന്തയെ വരുള്ളൂ. അതെല്ലാം മറ്റുള്ളവരുടെ മുഴുവനും വൈരാഗ്യം വിദ്വേഷം ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫോക്കസിലേക്ക് നമ്മുടെ മനസ്സ് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കണം. നോക്കിയിട്ട് നമ്മുടെ ഉള്ളം ശുദ്ധമാണോ, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഉള്ളത് ക്ലാരിറ്റി ഉണ്ടോ എനിക്ക്, അല്ലെങ്കിൽ എന്റെ ലൈഫ് വളരെ ക്ലിയർ ആണോ, ഞാൻ മറ്റുള്ളവരെ പറ്റി കാണുന്ന വ്യൂ എന്താണ് എന്നൊക്കെ നമ്മൾ കാണുക. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുക. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ കാണുന്നത്? അവരിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വരുന്ന സമയത്ത് അവരോട് നീ അങ്ങോട്ട് പോയതല്ലടാ, നീ ഇങ്ങോട്ട് പോയതല്ലടാ എന്നൊക്കെ പറഞ്ഞ് കുറെ അസംഷനിലെത്തുകയും അവരെ വാക്കുകൊണ്ട്, തെളിവില്ലാതെ നമ്മൾ വാക്കുകൊണ്ട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ സിറ്റുവേഷൻസ് ഞാനിപ്പോ ഓർക്കുക. വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടില് എനിക്കൊക്കെ ഒരു 17-20 കൊല്ലം മുമ്പ് നടന്നതാണ് കേട്ടോ. അസംഷൻസിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടന്റെ കല്യാണം, ഭയങ്കര ഞങ്ങളുടെയൊക്കെ ഏറ്റവും ചങ്കായിട്ടുള്ള ചേട്ടന്റെ കല്യാണമാണ്. അന്ന് തലേദിവസം വെള്ളടി പാർട്ടി ഉണ്ടായിരുന്നു. മീൻസ് എല്ലാവർക്കും കള്ളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിയാലോ, ഇവിടുത്തെ ഒരു ട്രെൻഡ് അതാണ്. അപ്പോ ഞങ്ങള് ഇപ്പൊ കുറെ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു പാടത്തൊക്കെ പോയിട്ടാണ് ആൾക്കാർ വെള്ളടിക്കുന്നത്. അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ വെള്ളടിക്കാറില്ല. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്ന് രാത്രി അപ്പൊ ഞങ്ങള് 2-3 പേര് മാത്രമേ കഴിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അവരൊരു കോളയൊക്കെ വാങ്ങി തന്നു. അങ്ങനെ ആ കോള കുടിച്ച് ഞാനൊരു 11 മണി ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? വീട്ടിൽ കിടന്ന് ഉറങ്ങാം. രാത്രി വൈകി കിടന്നു 11-12 മണിയായപ്പോൾ ഞാൻ കിടന്നു. സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്ന് രാത്രിയിൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പിള്ളേർ സെറ്റ് ഭയങ്കരമായിട്ട് വെള്ളടിച്ച് അവര് പിന്നെ ഏത് സ്റ്റേജിൽ പോയി എന്നറിയോളൂ. അവരിങ്ങനെ അവിടെ കുറെ വക്യോൽത്തൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വക്യോൽത്തൂറില് കയറി മറിഞ്ഞ് ആ വക്യോലൊക്കെ മറിച്ചിട്ട് പിന്നെ കുറച്ചൊരു വാള് വെച്ചു, ഛർദ്ദിച്ചു. പിന്നെ അവിടെ ഏതോ ഒരു നേപ്പാളികളൊക്കെ അവരുടെ ഈ ലേഡീസിന്റെ ഒക്കെ അറിയാലോ, ആ ഒരു തുണിയൊക്കെ എന്താ അവിടെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എന്റെ അപ്പച്ചൻ പോലീസിലാണ്. അപ്പൊ അറിയാലോ, കുറ്റാന്വേഷണ വിദഗ്ധനാണ് അപ്പൻ. അപ്പൊ രാവിലെ അടുത്ത വീട്ടിൽ ചേച്ചി വന്നിട്ട് പറഞ്ഞത് ആ വക്യോല് മുഴുവൻ നശിപ്പിച്ചിട്ടേക്കാണ്, പിള്ളേർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോ അപ്പൻ ചെന്ന് നോക്കിയപ്പോ കുറെ ചെരുപ്പുകള്, പിന്നെ ഛർദ്ദിച്ച പാടുകള്, പിന്നെ ഈ പെണ്ണുങ്ങളുടെ ആ ഒരു സാധനം തുണി, ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്റെ അപ്പ എന്താ ചെയ്തെന്നറിയോ? ഞാൻ കട്ടി കിടന്ന് ഉറങ്ങാണ്ട് എന്റെ കട്ടിൽ നിന്ന് ചവിട്ടി താഴിട്ടു. എന്നെ നീയൊക്കെ എന്ത് തോന്നിയാസാണ് ചെയ്തു. ഞാൻ ചാടി വീണിട്ട് പിന്നെ എനിക്ക് നിരത്തി വീണിട്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എന്തിനാ അപ്പൻ എന്നെ ചവിട്ടി എന്നുള്ളത്. കാര്യം അപ്പൻ ഈ സിറ്റുവേഷൻസ് ഒക്കെ വിചാരിച്ചിട്ട് അപ്പൻ അതിനകത്തൊരു സ്റ്റോറി ഉണ്ടാക്കി, ഞാനായിരുന്നു ഇതിനകത്ത് മെയിൻ ആള്, ഞാനിതൊക്കെ ചെയ്തു. പിന്നെ അപ്പനെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ സമയം എടുത്തു. കാര്യം സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഇതൊക്കെയാണ്. തലേദിവസം ഇവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവസാനം ഇടിയും ചവിട്ടും കൊണ്ടത് എനിക്കാണ്. പിന്നീട് പിള്ളേരുടെ കളിയാക്കലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ
ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും തെറ്റിദ്ധരിക്കപ്പെടുന്നതും നമ്മൾ തെറ്റിദ്ധരിച്ചതും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഒരു ക്ലാസ് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാതിരിക്കാനും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അയാളോട് പേഴ്സണലി ആയിട്ട് ചോദിച്ചാൽ അതിന് ക്ലാരിറ്റി വരുത്താനും അങ്ങനെ ഒരു നല്ല റിലേഷൻസ് ഉണ്ടാവാനും പിന്നെ നിങ്ങളെ പറ്റി തന്നെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ. താങ്ക് യു ഓസ്റ്റിൻ സാർ. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു 4 എഗ്രിമെന്റ് പാർട്ട് 1, 2, 3 അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ് ഇനി. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഫസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്? സിന്ധു മാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും പറയാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. മാജിക് മോർണിംഗ് വളരെ വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. നമ്മൾ ഏത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏത് കണ്ണട വെച്ച് കാണുന്നു, അപ്പൊ ആ വിഷ്വൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന തോട്ടുകൾ, അത് മോശം തോട്ടുകളാകട്ടെ നല്ല തോട്ടുകളാകട്ടെ, അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ നമ്മളുടെ തന്നെ മനസ്സിനെ ചീത്തയാക്കുന്നു. മനസ്സിനെ ചീത്തയാക്കുന്നതോടുകൂടി ശരീരവും ചീത്തയാക്കുന്നു, അന്തരീക്ഷവും ചീത്തയാക്കുന്നു. അപ്പൊ നമ്മൾ നല്ല വിഷ്വലിലൂടെ നോക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളൊരു മോശം രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ആ വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല. ആ വ്യക്തി നല്ലതായിട്ട് ജീവിക്കും, നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അത് നമുക്ക് തന്നെ റിയാക്ട് ചെയ്യും, നമുക്ക് തന്നെ റിഫ്ലക്ഷൻ ഉണ്ടാവും. നമ്മളെ ചിന്താഗതികൾ, നമ്മളുടെ മനസ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ തന്നെ മോശമാക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ സാറ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഇവിടെ ഈ മാജിക്കിലുള്ളവർക്കൊന്നും ഇത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കണവർ തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ഒരു കാര്യമാണ് സാർ ഇവിടെ ഇന്ന് മെയിൻലി പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ബാബു സാർ. താങ്ക് യു ബാബു സാർ. ഉണ്ണികൃഷ്ണൻ സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാർ ഇന്ന് ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. കാരണം 4 പേര് കൂടുമ്പോൾ ലാസ്റ്റിലേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയങ്ങളിലേക്ക് എടുത്തു വന്നിട്ട് ഒരാളെ പരിപാലിച്ചേക്കുക, സംഭവിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലേക്ക് കൂടി കയറ്റുന്ന ഒരു പ്രവണതയാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ അവരെ ക്ലാരിറ്റി വരുത്തി അതിനായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇത് യഥാർത്ഥ വശം. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. പ്രസാദ് സാർ. ഓക്കെ കേൾക്കാമോ? വസ്റ്റൻ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ അല്ലേ, സീക്രറ്റിന്റെ ഫസ്റ്റ് ഭാഗമാണ്. എന്തായാലും ഞാന് പിന്നെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളെ ഫീഡ്ബാക്ക് 1 മിനിറ്റ് കൊണ്ട് പറയണം എന്നുള്ളതാണ് നിയമം. പിന്നെ അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. എല്ലാവരും വന്ന് പറയണം. എല്ലാവരും വന്നത് വിജയിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് പറയണം. 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് സമയം മതി എന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇപ്പോൾ തിലകന്റെ ആ ഫിലിമിൽ തന്നെ രണ്ടും വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തിലകനോട് പറയണ വാള് മോശമാണ് എന്ന് അവർ പറഞ്ഞു. അപ്പൊ തിലകൻ അത് വിശ്വസിച്ചു. എന്റെ വാള് മോശമാണെന്ന് പറഞ്ഞു, എന്നാ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ സിന്ധു മാം എന്നെ പറ്റി മോശമായി പറഞ്ഞു എന്ന് വേറൊരാൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ, ആഹാ സിന്ധു മാം അങ്ങനെ പറഞ്ഞോ, എന്നാ ഒന്ന് ശരിയാക്കണമല്ലോ എന്ന് ചിന്തിക്കണതിന് പകരം സിന്ധു മാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ പറഞ്ഞകണി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി അഥവാ പറഞ്ഞിട്ടില്ല എന്ന് പറയണെങ്കിലും പിന്നീട് ഒരിക്കലും പറയില്ല. കാരണം ചോദിക്കും എന്ന് മൈൻഡിലുണ്ടാവും. എന്നോട് ഇങ്ങനെ റസാഖ് സാർ ചോദിക്കും, അതുകൊണ്ട് ഇനി അങ്ങനെ പറയരുത് എന്നെങ്കിലും ആ ആൾക്ക് ബോധം വരും. അപ്പൊ ഏറ്റവും നല്ല രീതി ഇത് തന്നെയാണ്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് റസാഖ് സാർ. താങ്ക് യു റസാഖ് സാർ. ഇർഫാന മാം. ഹലോ. ഹായ്. എൻ്റെ പേര് ഇർഫാനാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് പറഞ്ഞു. ഞാൻ ഈ ബി മാജിക് ഗ്രൂപ്പിലുള്ള ഹലോ ഒന്ന് ഉറക്കെ പറയാമോ? കുറച്ചും കൂടി എൻ്റെ പേര് ഇർഫാന എന്നാണ്.
ആ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത്. ഈ ഗ്രൂപ്പിലുള്ള ഇബ്രാഹിമിന്റെ വൈഫാണ്. ഓ. ആ, ഞാൻ ആദ്യം 2-3 ദിവസം മൂപ്പരം മെഡിറ്റേഷനിൽ കൂടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി ഉറക്കെ പറയും മോളെ. എന്റെ കുട്ടിയാട്ടാ, എന്റെ ഗ്രൂപ്പിലെ കുട്ടിയാ. ആദ്യം മൂപ്പര് മെഡിറ്റേഷനിൽ ഞാനും ഉണ്ടായിരുന്നു. കാക്ക് കേൾക്കുമ്പോ ഞാനും കേൾക്കും. ഇപ്പോഴേ ഇതിൽ കയറിയിട്ടുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു. മെഡിറ്റേഷൻ ഇന്ന് മാത്രം ഞാൻ കുറച്ച് നേരം വൈകിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു. Okay, thank you, Irfana ma'am. Afzal sir. ഹലോ, ഓഡിയബിൾ അല്ലേ? Yes sir. ഹലോ, ഓക്കെ. എൻ്റെ പേര് അഫ്സൽ. ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഈ ഒരു ഗ്രൂപ്പിൽ. എൻ്റെ സ്ഥലം എറണാകുളമാണ്. ഞാൻ ഓസിൻ സാർ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഓസിൻ സാർ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് സാർ പറഞ്ഞത്. വളരെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു അഫ്സൽ. താങ്ക് യു. അതും എന്റെ കുട്ടിയാണ്, ഇന്നലെ ജോയിൻ ചെയ്തതാണ് കേട്ടാ. ഇനി ഒരാളും കൂടി ഉണ്ട്. ഒരു മിനിറ്റ്, പേര് പറഞ്ഞുതരാം. അശ്രയ. അശ്രയ. അവളിന്ന് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay. Afzal sir, thank you. Ashriya ma'am. കേൾക്കണ്ടാ? കേൾക്കാം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, 1 മാസം ആയിട്ടില്ല. ഇതിന്റെ നല്ല ക്ലാസ്സുകളൊക്കെയാണ് കേൾക്കാറ്. ഇന്നിപ്പോ അഗസ്റ്റിൻ സാറിന്റെ ടോപ്പിക് അസംഷൻ എല്ലാവർക്കും ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നമ്മള് ഇങ്ങനെ അസംഷൻ ചെയ്യാറുണ്ടല്ലേ? എന്താ ചിലപ്പോ ചിലവരെ പറ്റിയൊക്കെ നമ്മള് എന്താ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും ചില അസംഷൻ ഒക്കെ ചെയ്യാറില്ലേ? അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നല്ലേ? ചിലപ്പോ ഈ അസംഷൻ കാരണം തന്നെ നമുക്ക് നമ്മുടെ നല്ലൊരു ചാൻസ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന നല്ല വലിയ ചാൻസ് ഒക്കെ ആയാലും ചിലപ്പോൾ മിസ് ചെയ്യാറുണ്ട് നമ്മള്. അങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. Okay, thank you Ashriya ma'am. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഓസ്റ്റിൻ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു മെസ്സേജ് തന്നെ പറയുള്ളൂ. നമ്മൾക്ക് ആരെ പറ്റി ഒരു തെറ്റിദ്ധാരണ തോന്നിയോ ആ തെറ്റിദ്ധാരണ ആ ആളോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒരു നീരസമായിട്ട് അവരോടൊരു എന്താ പറയാ കണ്ട ഒരു മിണ്ടാൻ തോന്നായി അല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം പോലെ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും അത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. ആളല്ലല്ലോ എന്നുള്ളത്. മറ്റേത് ആളെ പറ്റി തെറ്റായിരിക്കും. ഞാൻ സത്യം പറഞ്ഞ എന്റെ സ്വഭാവം അതാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോയി ചോദിക്കും ഞാൻ. കാരണം എനിക്കത് എടുത്തേക്കുന്ന സ്വഭാവം ഇല്ല. അത് അങ്ങനെയാണ് ശീലമായി പോയി. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തു. ഭർത്താവ് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഭാര്യയോട് ആ രീതിയിൽ ഒരു സംശയം അവർക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവർ അതേപോലെയാണെന്ന് തന്നെയാണ് ആൾക്കാർ ചിന്തിക്കുക. ഇനി ഭാര്യ തന്നെയല്ല വേറെ ആരെ കണ്ടാലും അവർക്ക് അതേ തോന്നുള്ളൂ. ഇവരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കാരണം അവനാൻ തെറ്റാ ചെയ്തെന്നുള്ള അവനാന് ബോധ്യം ഇല്ല. അതാണ്. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ല നല്ല വിഷയങ്ങളായിട്ട് സാറ് വരുന്നു. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറെ സന്തോഷം എന്റെ 3 കുട്ടികൾ ഇന്ന് ഫീഡ്ബാക്ക് പറഞ്ഞു എന്നുള്ളതാ. ഞാൻ ഇന്നലെ ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഫീഡ്ബാക്ക് പറയത്തില്. പിന്നെ മണിസാറ് എന്തായാലും നിത്യം പറയുന്ന ഒരാളാണ്. മണിസാറ് എന്റെ ഗ്രൂപ്പിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് പുതുതായി വന്ന 3 കുട്ടികളെ കൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയിക്കാൻ സാധിച്ചതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you so much. Thanks. Okay, thank you Sindhu ma'am. Srishna ma'am. ഹായ് ഓൾ, മാജിക് മോർണിംഗ്. ഓസ്റ്റിൻ സാർ എല്ലാ ദിവസത്തെ പോലെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതിപ്പോ 3ാമത്തെ പോയിന്റ് ആണ് നമ്മൾ ലാസ്റ്റ് 3 വീക്സ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ 2ാമത്തെ ആ പോയിന്റ് സാറ് പറഞ്ഞായിരുന്നല്ലോ, ഡോണ്ട് ടേക്ക് പേഴ്സണലിന്ന്. അത് ഞാൻ ട്രൈ ചെയ്തു സാർ. പക്ഷെ ചില സിറ്റുവേഷനിൽ അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇടയ്ക്ക് അത് പേഴ്സണലി എടുത്തു പോകും. പിന്നെ അതിന്റെ പേരില് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്കത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. 1-2 സിറ്റുവേഷൻ ഈ ആഴ്ച തന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായി.
അത് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് സാർ പറഞ്ഞത് ഇതും ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ അസംഷൻ ചെയ്ത ഒരു വ്യക്തിയോട് 7 വർഷമായിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട്. 8ാമത്തെ വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ് കേട്ടതൊന്നും അത്ര ഇതായിട്ടുള്ള കാര്യമായിരുന്നില്ല, അസംഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ സാറ് ക്ലാസ് എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. ഇതെന്തായാലും തീർച്ചയായിട്ടും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടി ബാക്കി 2 പോയിന്റ്സിനേക്കാൾ ഇതൊന്നുകൂടി ഈസി ആയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ആ 2 പോയിന്റ്സ് ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യെ പയ്യെ മാറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ശ്രീഷ. നമ്മള് ഇങ്ങനെ ഇടയ്ക്ക് വിട്ടുപോകുന്ന വെച്ചാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാവരും ഹ്യൂമൻസ് ആണ്. നമുക്ക് 8 ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആവുന്നില്ല. ബട്ട് എവറി സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. സോ തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു എഫേർട്ട്ലെസ് ഇല്ലാതെ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ശ്രീഷ്മ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്കിതുപോലെ ഒത്തിരി സൗഹൃദങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ വന്ന് പറയുന്നവർ പറയാറുള്ളത്, അയ്യോ ഒരു കാരണവശാലും ചോദിക്കല്ലേ, പറയരുത്, അവരറിയരുത് എന്ന്. അപ്പൊ നമ്മുടെ മനസ്സിലാ വേണ്ട, ഇവർക്കൊരു കുഴപ്പം വരണ്ട എന്നുള്ള രീതിയിൽ വെച്ച് കുറെ നാള് കഴിയുമ്പോൾ ഈ സൗഹൃദങ്ങൾ മുറിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ അവര് പറഞ്ഞതല്ലേ അപ്പൊ ചോദിക്കണ്ട എന്ന്. പക്ഷെ അത് ആ മനസ്സിലിങ്ങനെ കരട് പോലെ കിടന്ന് ഒത്തിരി നല്ല സൗഹൃദങ്ങൾ പോയി. ഇപ്പൊ ഞാൻ അതൊക്കെ ഓർക്കായിരുന്നു. അന്നൊക്കെ അവരോട് ഒന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സൗഹൃദങ്ങൾ ഇല്ലാതാവില്ലായിരുന്നു. കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ബാക്ക് വരും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഇനിയെങ്കിലും ഈ പോയവരുടെയൊക്കെ സൗഹൃദങ്ങൾ വീണ്ടും തിരിച്ചെടുക്കാൻ നോക്കണം. കാരണം നമ്മുടെ മനസ്സിൽ അവർ കുറെ നല്ല ഭാഗങ്ങൾ ഉണ്ടെങ്കിലും വളരെ ചെറിയ ഒരു നെഗറ്റീവ് കേൾക്കുമ്പോൾ ഇത്രയും കാര്യമായിട്ട് നോക്കിയിട്ട് അവർക്ക് ഇങ്ങനെയാണല്ലോ നമ്മളെ കുറിച്ച് പറയാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ ഒത്തിരി സൗഹൃദങ്ങൾ പോയിട്ടുണ്ട്. ഇനി അതെല്ലാം തിരിച്ചെടുക്കാൻ നോക്കണം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ശ്രീഷ്ണ മാം ആൻഡ് മേഘ മാം. അപ്പോ ഇന്ന് ഒരുപാട് പേര് നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ഫീഡ്ബാക്കിന് പുറമെ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു കുറച്ച് അറിയാനും പറ്റിയിട്ടുണ്ട്. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത ഓസ്റ്റിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും once again thank you all and have a nice day. Thank you so much. Thank you. Thank you. Thank you all. Thank you all. Thank you all. Thank you. Bye.